ഫൈസൽ അസീസ് ആലപ്പുഴയിൽ നിന്ന് തുടരുന്നുണ്ട്. ഫൈസൽ, ഡോക്ടർ ലളിതാംബിക പറയുന്നത് അന്ന് സർജറിക്ക് നിർദ്ദേശിച്ചത് താനാണ്, പക്ഷേ താനല്ല സർജറി ചെയ്തത് എന്ന് അവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അന്നത്തെ കാര്യങ്ങൾ ഓർമ്മയില്ല എന്നുകൂടി ലളിതാംബിക ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ കുടുംബം ഉന്നയിക്കുന്നത് എന്താണ്? തങ്ങൾ പോയി കണ്ടതും സർജറിക്ക് നിർദ്ദേശിച്ചതും എന്തിന് വീട്ടിൽ ഉൾപ്പെടെ പോയി കണ്ടത് ഡോക്ടർ ലളിതാംബിക തന്നെ എന്നാണോ ഉഷ ജോസഫിന്റെ കുടുംബം പറയുന്നത്? ഏതായാലും കുടുംബം നമ്മളോട് ഇന്നലെ സംസാരിച്ചത് പ്രകാരം അവർ ഈ വേദന വന്നതിന് ശേഷം ഉഷ ജോസഫിനെ കണ്ടിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി കുടുംബം നമ്മളോട് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഡോക്ടറും പറയുന്നത്. അതായത് ഈ സർജറി കഴിഞ്ഞ ശേഷം ഇതുവരെ തന്നെ കാണാൻ രോഗി വന്നിട്ടില്ല എന്നുള്ള കാര്യമാണ് ഈ ലളിതാംബിക പറയുന്നത്. അതായത് അവർ ഈ വേദന വരുമ്പോഴൊക്കെ മറ്റ് ക്ലിനിക്കുകളിലും ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും ഒക്കെ പോയി ഈ വേദന സംഹാരി കഴിക്കുകയും താൽക്കാലികമായ ആശ്വാസം കണ്ടെത്തുകയുമായിരുന്നു. പിന്നീട് ഇത് ഒട്ടും കുറയുന്നില്ല അല്ലെങ്കിൽ ഒട്ടും പറ്റുന്നില്ല എന്ന രീതിയിൽ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഈ മറ്റു ഡോക്ടറെ കാണാൻ തുടങ്ങിയത്. അവിടുത്തെ ഒരു ഡോക്ടറെ കാണാൻ തുടങ്ങിയത്. ആ ഡോക്ടറാണ് ഇപ്പോൾ സ്കാനിങ് ചെയ്ത ശേഷം ഈ കത്രിക വയറ്റിനുള്ളിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ഈ ഡോക്ടർ പറയുന്നത് താനല്ല ഈ സർജറി ചെയ്തതെന്നാണ്. അത് മാത്രമല്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഫ്ലോറിനേഴ്സ് എന്നൊരു തസ്തിക ഉണ്ട് കേരളത്തിൽ. ഈ മെഡിക്കൽ കോളേജിലൊക്കെ തന്നെ ഇത്തരത്തിലൊരു തസ്തികയുണ്ട്. അതായത് ഈ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ നോക്കാനും അത് കൃത്യമായി കഴിഞ്ഞ ശേഷം, അതായത് ശസ്ത്രക്രിയ കഴിഞ്ഞ ശേഷം കൃത്യമായി എടുത്തു വെച്ചിട്ടുണ്ടോ എന്നൊക്കെ കാര്യങ്ങളൊക്കെ നോക്കാനാണ് ഈ ഫ്ലോറിനേഴ്സ് എന്ന തസ്തിക ഉണ്ട്. എന്നാൽ ആ തസ്തിക കഴിഞ്ഞ 35 വർഷമായി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ആ ഒരു തസ്തികയിൽ ആളില്ല എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല അവിടുത്തെ സ്റ്റാഫുകളുടെ എണ്ണത്തിലും വലിയൊരു കുറവുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഡോക്ടർ പറയുന്നുണ്ട്. ഏതായാലും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് അല്പസമയത്തിനകം തന്നെ തുടങ്ങുകയും ചെയ്യും. പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു കനത്ത സുരക്ഷ ആശുപത്രിയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരാണ് സർജറി ചെയ്തത്, അന്ന് ആരാണ് സർജറി ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് സൂപ്രണ്ട് അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ കാണും.